ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നഴ്സ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മദീനയുടെ മണ്ണിൽ കരുണയുടെ ഉറവയായി മാറിയ മഹദി റുഫൈദ അൽ അസ്ലാമിയ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഒരു പെൺകുട്ടിക്ക് കൃത്യമായ വിദ്യാഭ്യാസവും പദവിയും നൽകിയാൽ അവൾക്ക് ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് 1400 വർഷങ്ങൾക്ക് മുൻപേ റുഫൈദ അൽ അസ്ലാമിയ റളിയല്ലാഹു അൻഹ തെളിയിച്ചു. തന്റെ പിതാവിൽ നിന്ന് വൈദ്യശാസ്ത്രം അഭ്യസിച്ച മഹദി ആ അറിവ് തന്നിൽ മാത്രം ഒതുക്കിയില്ല, മറിച്ച് മറ്റ് സ്ത്രീകളെയും നഴ്സിംഗും പ്രഥമശുശ്രൂഷയും പഠിപ്പിച്ച് അവരെ ഒരു സേവനസേനയായി വാർത്തെടുത്തു. യുദ്ധക്കളങ്ങളിലെ കാഴ്ചകൾ അത്യന്തം വേദനാജനകമായിരുന്നു. ബദർ, ഉഹ്ദ്, ഖന്ദഖ് തുടങ്ങിയ പോരാട്ട വീഥികളിൽ പൊടിപടലങ്ങൾക്കും വാളുകൾക്കുമിടയിൽ മുറിവേറ്റ് വീഴുന്ന സൈനികർക്ക് റുഫൈദ അൽ അസ്ലാമിയ റളിയല്ലാഹു അൻഹ ഒരു മാലാഖയെപ്പോലെ പ്രത്യക്ഷപ്പെട്ടു. മഹദിയുടെ മൊബൈൽ മെഡിക്കൽ ടെന്റുകൾ അഥവാ ചരിത്രത്തിലെ ആദ്യത്തെ ഫീൽഡ് ഹോസ്പിറ്റലുകൾ അനേകം ജീവനുകൾക്ക് കാവലായി. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് മഹദി യുദ്ധമുഖങ്ങളിൽ സേവനം ചെയ്തത്. അവരുടെ അറിവിനെയും അർപ്പണബോധത്തെയും പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മസ്ജിദുൻ നബവിക്ക് തൊട്ടടുത്ത് തന്നെ റുഫൈദ അൽ അസ്ലാമിയ റളിയല്ലാഹു അൻഹയ്ക്കായി ഒരു ചികിത്സാ കേന്ദ്രം അനുവദിച്ചു നൽകി. അത് കേവലം ഒരു ആശുപത്രിയായിരുന്നില്ല, മറിച്ച് സ്ത്രീകളുടെ അറിവിനും കഴിവിനും ഇസ്ലാം നൽകിയ ഉന്നതമായ അംഗീകാരമായിരുന്നു. ഇന്ന് അയർലൻഡിലെ പ്രശസ്തമായ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഉൾപ്പെടെയുള്ള ലോകോത്തര സ്ഥാപനങ്ങൾ റുഫൈദ അൽ അസ്ലാമിയ റളിയല്ലാഹു അൻഹയുടെ പേരിൽ അവാർഡുകൾ നൽകി ആദരിക്കുന്നു. ഇസ്ലാമിൽ പെൺകുട്ടികൾ